നമസ്കാരം. ശബരിമല വിശ്വാസികൾക്കെല്ലാം വലിയൊരു ഇടുത്തി തന്നെ അവരുടെ നെഞ്ചിലേക്ക് വീഴുന്ന തരത്തിലുള്ളൊരു വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത്. ശബരിമലയിലെ തന്ത്രി, പ്രധാന തന്ത്രി, അതായത് ദേവൻ്റെ പിതൃതുല്യൻ എന്ന് ഭക്തർ വിശ്വസിക്കുന്ന കണ്ഠരര് രാജീവർ ശബരിമല സ്വർണ്ണക്കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ഒരുപാട് വിവാദങ്ങളും ചോദ്യങ്ങളും സംശയങ്ങളും ഒരു സങ്കടങ്ങളുമൊക്കെ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. പക്ഷേ വാസ്തവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അറസ്റ്റ് സത്യമായൊരു കാര്യമാണ്. ഇതിനെ ഇപ്പോൾ തൽക്കാലം നിഷേധിക്കുവാൻ യാതൊരു മാർഗവുമില്ല. പ്രധാന തന്ത്രിയായ കണ്ഠരര് രാജീവർ, ദേവൻ്റെ പിതൃതുല്യൻ, ശബരിമല സ്വർണ്ണക്കേസിൽ അറസ്റ്റിലായിരിക്കുന്നു. ഇനി 13-ാം തീയതി അദ്ദേഹത്തിൻ്റെ ജാമ്യ ഹർജി കോടതിയുടെ മുമ്പിൽ എത്തുമ്പോൾ അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടുമോ, തുടർന്ന് എന്താണ് കോടതി ആ വിധിയിൽ ജാമ്യം കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ നിഷേധിച്ചുകൊണ്ടോ ഉള്ള വിധിയിൽ കോടതി പ്രസ്താവിക്കുവാൻ പോകുന്നതൊക്കെ കാത്തിരുന്ന് കാണാം. പക്ഷേ അതുവരെ ഈ ചർച്ചകളിങ്ങനെ ചൂട് പിടിച്ച് തന്നെ നിൽക്കും. ഈ വിഷയത്തിൽ എന്താണ് നിലപാട് എന്ന് ചോദിച്ചാൽ, ഒരു ഭക്തൻ എടുക്കേണ്ട അല്ലെങ്കിൽ ഒരു വിശ്വാസി എടുക്കേണ്ട നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ അത് വ്യക്തിപരമാണ്, തികച്ചും വ്യക്തിപരമാണ്. എന്നാലും ചില വാസ്തവങ്ങൾ പറയാതെ തരമില്ല. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാന പ്രതി എന്ന് SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തുന്നത് ശ്രീ കണ്ഠരര് രാജീവരുടെ അനുവാദത്തോടും ആശീർവാദത്തോടും അദ്ദേഹത്തിൻ്റെ സഹായത്തോടും കൂടിയാണ്. ബാംഗ്ലൂർ അയ്യപ്പ ക്ഷേത്രത്തിൽ പൂജാരിയായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബാംഗ്ലൂർ വെച്ചുള്ള പരിചയത്തിൻ്റെ പുറത്ത് 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് രാജീവ് കണ്ഠരര് ശബരിമലയിലേക്ക് എത്തിക്കുന്നത്, പൂജകളിൽ തൻ്റെ സഹായിയായി. അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലേക്കൊരു പ്രവേശനം ലഭിക്കുന്നത്. അത് സത്യമാണ്. ഇനി ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ച് ആ ക്ഷേത്രത്തിൻ്റെ ആചാര സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അവസാന വാക്ക് തന്ത്രിയുടേതാണ്. അപ്പോൾ ഈ ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞിരിക്കുന്ന സ്വർണം, അത് സ്വർണമാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. മറ്റ് പ്രഭാവലയത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും സ്പർശിക്കണമെങ്കിൽ തന്ത്രിയുടെ അനുവാദമില്ലാതെ നടക്കില്ല. അപ്പോൾ ഈ പ്രക്രിയകളെല്ലാം, ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം വീണ്ടും പൂശുവാനായി ഇളക്കി മാറ്റുന്നത്, മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള ആചാരങ്ങൾ, അവിടുത്തെ ഒരു ചെറിയ കല്ലെങ്കിലും എടുത്ത് മാറ്റണമെങ്കിൽ അത് ആചാര സംബന്ധമാണ്. കാരണം അവിടെ വൃത്തിയാക്കുന്നത് കാര്യമല്ല പറയുന്നത്, ആ ദ്വാരപാലക ശില്പത്തിൻ്റെ സ്വർണം അല്ലെങ്കിൽ അത് പൊതിഞ്ഞിരിക്കുന്ന സ്വർണം ഇളക്കി മാറ്റുന്നത് തീർച്ചയായും ആചാര സംബന്ധിയായിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റേതായിട്ടുള്ള വിധികൾ വരെയുണ്ട്. അത്തരത്തിലുള്ളൊരു കാര്യം തന്ത്രി അറിഞ്ഞിട്ടില്ല എന്നുള്ളത് വിശ്വസനീയമായൊരു കാര്യമേ അല്ല. പിന്നെ അറിയേണ്ടത്, അദ്ദേഹം ഈ കൊള്ളയിൽ പങ്ക് അത് നേടിയിട്ടുണ്ടോ, എന്തെങ്കിലും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരമായിട്ടോ, ക്യാഷ് ഓർ കൈൻഡ് എന്ന് പറയും, അങ്ങനെ എന്തെങ്കിലും ലാഭം അദ്ദേഹം ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നതിലൂടെ അല്ലെങ്കിൽ ഈ കൊള്ള അറിഞ്ഞിട്ടും മൗനം പാലിച്ചതിലൂടെ നേടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് SITയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ അദ്ദേഹം അങ്ങനെ ഒരു സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയതായിട്ട് പറയുന്നതേയില്ല. എന്നാൽ ഗുരുതരമായ ചില വകുപ്പുകളാണ് അദ്ദേഹത്തിൻ്റെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്നത്. അത് ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് ഇത്തരത്തിലുള്ളൊരു തിരിമറി നടത്തുവാനുള്ള മൗനാനുവാദം നൽകി വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ നിരവധി വകുപ്പുകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ SIT ചുമത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ ശ്രദ്ധിക്കുക, ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു സ്വർണ്ണക്കൊള്ളയിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ലാഭം, അത് പണമായോ തരമായോ ക്യാഷായി കൈൻഡായി അദ്ദേഹം നേടിയിട്ടുണ്ട്, അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് SIT റിമാൻഡ് റിപ്പോർട്ട് പറയുന്നില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇത്രയുമാണ് അതിൻ്റെ ഇതുവരെയുള്ള വാസ്തവികതകൾ. ഇനി ആ വാസ്തവികതകളുടെ ഒരു അകമ്പുറങ്ങളിലേക്കൊന്ന് പോയാൽ, ഈ ശബരിമല തന്ത്രി ഇക്കാര്യത്തിൽ കുറ്റവാളിയാണോ, അത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. എന്നാൽ ഒരു ലോജിക്ക് ഉപയോഗിച്ച് ഈ ഒരു വാർത്തയെ പരിശോധിച്ചാൽ അദ്ദേഹം അറിയാതെ ഈ ഒരു കൊള്ള അവിടെ നടക്കുവാൻ യാതൊരു സാധ്യതയുമില്ല. ഈ കൊള്ള നടന്നിട്ടുള്ള കാര്യത്തിൽ അദ്ദേഹം അറിഞ്ഞിട്ട് അദ്ദേഹം നിശബ്ദത പാലിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മറ്റാരെക്കാളും കുറ്റവാളി എന്ന സ്ഥാനത്തേക്ക്, മറ്റാരേക്കാളും വലിയ കുറ്റവാളി എന്ന സ്ഥാനത്തേക്ക് അദ്ദേഹം പ്രതിഷ്ഠിക്കപ്പെടേണ്ടതുണ്ട്. കാരണം ദേവൻ്റെ പിതൃതുല്യനാണ് അദ്ദേഹം. ദേവൻ്റെ സ്വത്താണ് ഈ മോഷണം ചെയ്യപ്പെട്ട് പുറത്തു പോയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു അനന്തരഫലങ്ങൾ എന്തൊക്കെയാകും എന്ന് ചിന്തിച്ചാൽ,
ഈ തന്ത്രി അറസ്റ്റിലായി എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് മറ്റ് പല ഉന്നതരും ഈ കൊള്ളയിൽ നേരിട്ട് പങ്ക് എടുത്ത് ഈ കൊള്ളയിലൊരു നേരിട്ട് പങ്ക് ഉണ്ടായിട്ടും അതിൽ സാമ്പത്തിക ലാഭമുണ്ടായിട്ടും ഇപ്പോഴും SITയുടെ ഒരു പരാമർശത്തിൽ പോലും വരാത്ത ഉന്നതന്മാർ പലരുമുണ്ട് എന്ന് കരുതപ്പെടുന്നു. ഇപ്പോൾ അത് മുൻ ദേവസ്വം മന്ത്രിമാരായാലും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയായാലും ഇവരൊക്കെ ഈ SITയുടെ ഒരു അന്വേഷണ പരിധിക്ക് പോലും പുറത്താണിപ്പോൾ നിൽക്കുന്നത്. ശബരിമല പോലൊരു മഹാക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ, അതിൻ്റെ ക്രയവിക്രയങ്ങളിൽ ദേവസ്വം മന്ത്രിക്ക് യാതൊരു അറിവുമില്ല എന്നുള്ളൊരു വാദം യാതൊരു തരത്തിലും സമ്മതിച്ചു കൊടുക്കാൻ തരമില്ല. പ്രത്യേകിച്ച് ശബരിമലയെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ, അത് സ്ത്രീ പ്രവേശനം സംബന്ധിച്ചതായാലും അവിടെ നടക്കുന്ന കൊള്ളകളെക്കുറിച്ചുള്ള വിവരങ്ങളായാലും, ഹൈക്കോടതി പോലും സ്പെഷ്യൽ കമ്മീഷണറെ നിയമിക്കുന്ന തരത്തിലേക്ക് ശബരിമലയിലെ തിരിമറികൾ എത്തപ്പെട്ടൊരു സാഹചര്യമുണ്ടായ ഒരവസ്ഥയിൽ ദേവസ്വത്തിൻ്റെ ഏറ്റവും തലപ്പത്ത് എന്ന് തന്നെ പറയാവുന്ന സ്ഥാനത്തിരിക്കുന്ന മന്ത്രിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് യാതൊരു അറിവുമുണ്ടായിരുന്നില്ല എന്നുള്ളത് വിശ്വസനീയമേ അല്ല. മന്ത്രിക്ക് അങ്ങനെ അറിവുണ്ടായിരുന്നെങ്കിൽ മന്ത്രി ഒരു നിശബ്ദ പങ്കാളി ആയിരിക്കുവാനും സാധ്യതയില്ല. മന്ത്രിയായാലും മുൻമന്ത്രിയായാലും ഇത്തരത്തിലുള്ള മന്ത്രിയോ മുൻമന്ത്രിയോ രക്ഷിക്കുവാനുള്ളൊരു പുകമറയായി ഈ തന്ത്രിയുടെ അറസ്റ്റ് ഉപയോഗിക്കപ്പെടുമോ എന്നുള്ളൊരു സംശയം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. അതും സത്യമാണ്. ഇനി ഇന്ന് തന്നെ സംഭവിക്കുവാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടി ഒരു പ്രവചനം പോലെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. ഇന്നോ നാളെയോ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു പത്രസമ്മേളനം നടത്തുവാനും ആ പത്രസമ്മേളനത്തിൽ ഉന്നതരെയൊക്കെ ഞങ്ങളുടെ സർക്കാർ പിടിച്ചിരിക്കുന്നു, തന്ത്രി കള്ളനാണെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ആചാരലംഘനം നടന്ന സമയത്ത് ക്ഷേത്രമടച്ച് ശുദ്ധികലശം നടത്തിയപ്പോൾ തന്ത്രി രാജിവെക്കണം, അല്ലെങ്കിൽ തന്ത്രി പുറത്തു പോകണം ഇതിനോട് എതിർപ്പുണ്ടെങ്കിൽ എന്ന് ഞാൻ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. തന്ത്രി കള്ളനാണെന്ന് ഞാൻ പണ്ടേ പറഞ്ഞതാണല്ലോ. കാരണം പറഞ്ഞ വാക്കുകൾ, ആ ഒരു പ്രസ്താവനയ്ക്ക് ശേഷം സ്ത്രീ പ്രവേശനവുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ളൊരു തരത്തിലേക്ക് മാറിയ സർക്കാരും മുഖ്യമന്ത്രിയും ഇനി വീണ്ടും ആ ഒരു വിഷയത്തിലേക്ക് വരികയും ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ചർച്ചകൾ എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാക്കളിലേക്ക് എത്താതെ തിരഞ്ഞെടുപ്പ് വരെ ഈ തന്ത്രിയുടെ താഴമൺ കുടുംബത്തിൻ്റെ പ്രതിനിധികളായ ഈ തന്ത്രി കുടുംബത്തിനെ ശബരിമലയിൽ നിന്ന് നിഷ്കാസനം ചെയ്ത് പൂർണ്ണമായിട്ടും ഏതെങ്കിലും ഇളയിടത്തിനെയോ അല്ലെങ്കിൽ ശ്യാംകുമാറിനെയോ ഒക്കെ അവിടുത്തെ പുതിയ തന്ത്രികളായി നിയമിച്ച് ഇനിയും കൊള്ളകൾ തുടരുവാനുള്ള ഒരു മാർഗമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ ഇതിനെ ഉപയോഗിക്കുവാനുള്ള സാധ്യത വളരെ വ്യക്തമായി മുന്നിലേക്ക് തെളിഞ്ഞു കിടപ്പുണ്ട്. അതൊരു പ്രവചനം പോലെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ്. അത് നടന്നില്ല എങ്കിൽ അയ്യപ്പ ഭക്തരുടെ ഭാഗ്യമെന്നേ പറയുവാനുള്ളൂ. പക്ഷേ എല്ലാ സാധ്യതകളും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതിനേക്കാൾ പ്രധാനമായി ഈ ശബരിമല പ്രധാന തന്ത്രി ദേവൻ്റെ പിതൃതുല്യനെ അറസ്റ്റ് ചെയ്തത് വെച്ച് ഈ കൊള്ളയിൽ പങ്കാളികളായിട്ടുള്ള, അല്ലെങ്കിൽ ഈ കൊള്ളയുടെ പങ്ക് പറ്റിയ, അതിൽ സാമ്പത്തിക ലാഭമുണ്ടാക്കിയ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ലാഭങ്ങൾ ഉണ്ടാക്കിയ ഉന്നതന്മാർ ഇപ്പോഴും അന്വേഷണ പരിധിക്ക് പോലും പുറത്താണ്. അന്വേഷണ പരിധിക്ക് അകത്തുള്ളവരെ തന്നെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് എന്തൊക്കെയോ വൈമുഖ്യം SIT പ്രകടിപ്പിക്കുന്നു. ഉദാഹരണത്തിന് KP ശങ്കർദാസ് ദേവസ്വം ബോർഡ് മുൻ അംഗമായിരുന്നു. ഹൈക്കോടതിയുടെ ഒരു പരാമർശം തന്നെയുണ്ട്, എന്തുകൊണ്ട് അന്വേഷണം അദ്ദേഹത്തിലേക്ക് എത്തുന്നില്ല, അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. ഇതിനെതിരെ അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ ഈ പരാമർശം നീക്കം ചെയ്യണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആവശ്യം നിർദാക്ഷിണ്യം തള്ളി എന്ന് മാത്രമല്ല, രൂക്ഷമായ ഭാഷയിലാണ് സുപ്രീം കോടതി അദ്ദേഹത്തെയും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കുള്ളവരെയും വിമർശിച്ചത്. ദൈവത്തെപ്പോലും നിങ്ങൾ വെറുതെ വിടുന്നില്ല, എന്ത് തരത്തിലുള്ള കൊള്ളയാണ് ഈ നടക്കുന്നത് എന്നുള്ളൊരു ആശങ്ക സുപ്രീം കോടതി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു അറസ്റ്റ് എന്നത് ഈ നിമിഷം വരെ സംഭവിച്ചിട്ടില്ല. നാളെ സംഭവിച്ചേക്കാം. കാരണം SIT പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലല്ല, ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ്. എന്നാൽ ഈ അന്വേഷണ സംഘത്തെ, ഫീൽഡിൽ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുവാനും അവരെ സ്വാധീനിക്കുവാനുമുള്ള ചില അധികാരങ്ങൾ ഇപ്പോഴും സർക്കാരിൻ്റെ കയ്യിൽ തന്നെ നിക്ഷിപ്തമാണ്. അങ്ങനെയുള്ളൊരവസരത്തിൽ ഈ കേസ് എങ്ങനെ തിരിയും, അകമ്പുറം മറിയുമോ, മൊത്തത്തിലൊരു പുകമറ സൃഷ്ടിക്കപ്പെട്ട് തിരഞ്ഞെടുപ്പിൽ ഈ ഒരു വിഷയം ചർച്ചയായാൽ തന്നെ അതിനെ ഒരു തന്ത്രി കുടുംബത്തിൻ്റെ തലയിൽ വയ്ക്കുക, മറുവശത്തൊരു ജാതിപരമായിട്ടുള്ള ചർച്ചകളിലേക്ക് ഹിന്ദുക്കളെ തള്ളിവിടുക, അങ്ങനെയുള്ള ഒരു തന്ത്രങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ പ്രയോഗിക്കുമോ? തീർച്ചയായും അവർ പ്രയോഗിക്കുവാൻ ശ്രമിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അതിൻ്റെയൊക്കെ പരിണാമം എന്തായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. നമസ്കാരം.